أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله أنزل من السماء ماء فأحيا به الأرض بعد موتها إن في ذلك لآية لقوم يسمعون صدق الله العظيم. സൂറത്തുൻ നഹ്ൽ ആയത്ത് 65. വല്ലാഹു അൻസല, അല്ലാഹു ഇറക്കി, മിനസ്സമായി, ആകാശത്ത് നിന്ന്, മാഅൻ, വെള്ളത്തെ, ഫഹ്യ, എന്നിട്ട് അവൻ ജീവിപ്പിച്ചു, ബിഹി, അതുകൊണ്ട്, അൽ അർള, ഭൂമിയെ, ബഅദ മൗതിഹ, അതിൻ്റെ മരണത്തിൻ്റെ ശേഷം, ഇന്ന ഫീ ദാലിക, നിശ്ചയം അതിലുണ്ട്, ലആയത്തൻ, ഒരു അടയാളം അല്ലെങ്കിൽ ഒരു തെളിവ്, ലിഖൗമി യസ്മഊൻ, കേൾക്കുന്ന ജനതയ്ക്ക്. തൊട്ടുമുകളിലെ ആയത്തിൽ ഖുർആനിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഖുർആൻ താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നത് താങ്കൾ വിവരിച്ചു കൊടുക്കാനും അതുപോലെ ഹുദയും റഹ്മത്തും ആയിട്ടാണ് എന്ന് പറഞ്ഞു. ഇനി അതുപോലെയുള്ള ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കിയ കിതാബ് പോലെ മറ്റൊന്ന് അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരല്ല നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്നത് പറയുകയാണ്. അതിൽ ഒന്ന് അള്ളാഹുവിനെ മുന്തിച്ചു പറഞ്ഞിരിക്കുന്നു. വാവ് പുതിയൊരു വർത്തമാനം, ഇസ്തിനാഫിൻ്റെ വാവ്, അഥവാ അള്ളാഹു താല അല്ലെങ്കിൽ അത്ഫിൻ്റെ വാവ്, ആൻഡ് എന്ന് പറയാനും ആകാം. അഥവാ അള്ളാഹു താല ഖുർആൻ ഇറക്കി, അതുപോലെ അള്ളാഹു താല ആകാശത്ത് നിന്ന് വെള്ളവും ഇറക്കി എന്നുമാകാം. അള്ളാഹുവിനെ മുന്തിച്ചിരിക്കുന്നു, അഥവാ ഇത് ഇറക്കുന്നത് അള്ളാഹു അല്ല മറ്റാരെങ്കിലുമാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും വാദമില്ല. കാരണം അവർ അള്ളാഹുവിൻ്റെ പുറമെ ആരാധിക്കുന്ന ദൈവങ്ങളും വഴിപ്പെടുന്ന ശക്തികളുമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് മഴ ഉണ്ട്. അതുപോലെ തന്നെ മഴ ഇല്ലെങ്കിൽ, അള്ളാഹു തന്നില്ലെങ്കിൽ വേറെ ആർക്കും അത് തരാൻ കഴിയില്ല എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ കിതാബ് ഇറക്കിയ നബിയെ അയച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വെള്ളമിറക്കി. അത് ചെയ്തത് അവനാണ്. വല്ലാഹു അൻസല, അൻസലല്ലാഹു മിനസ്സമായി എന്ന് പറയുന്നതും വല്ലാഹു അൻസല എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പിന്നെ വെള്ളമിറക്കി, എന്നിട്ടോ ഫഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹ, അതുകൊണ്ട് ഭൂമിയെ മരണത്തിൻ്റെ ശേഷം ജീവിപ്പിച്ചു. എന്തിനാണിത് പറയുന്നത്? അവർ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ്. ജീവിപ്പിക്കുന്നു എന്നല്ല, ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹ എന്നല്ല, അല്ലെങ്കിൽ യുൻസിലു മിനസ്സമായി മാഅൻ എന്നുമല്ല. ഇറക്കി, എന്നിട്ട് അത് മുഖേന അവൻ ജീവിപ്പിച്ചു. നടന്നു കഴിഞ്ഞ ഒരു കാര്യമായിട്ട് പറയുകയാണ്. അഥവാ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും ഉറപ്പുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ വെള്ളം വന്നപ്പോൾ ഭൂമിയിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ചെടികളുടെ നായകന്മാർ ആരെങ്കിലും അതിനെ നിഷേധിക്കുകയല്ല, അല്ലെങ്കിൽ അതിനെ തടുത്തു നിർത്താൻ കഴിയുന്നവരല്ല. പകരം ഈ മഴ മൂലം ഏത് ചെടിയാണ്, ഏത് വിത്താണ് മുളക്കേണ്ടത് എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. അതവൻ മുളപ്പിക്കുക തന്നെ ചെയ്തു. അതിൻ്റെ മുമ്പ് അത് മരിച്ചു കിടക്കുന്ന ഭൂമിയായിരുന്നു. ആയത്തുൽ ലുഹുമുൽ അർളുൽ മൈത്തത്തു, ഇത് പരലോകത്തിൻ്റെ മരണാനന്തരം മനുഷ്യൻ ജീവിപ്പിക്കപ്പെടുമെന്നതിൻ്റെ ഉദാഹരണമായിട്ട് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം ഖുർആൻ വേറെ സ്ഥലത്തും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അഥവാ ഈ പരിശുദ്ധ ഖുർആൻ ഹുദയും റഹ്മത്തുമായി ഇറക്കിയ അവൻ മഴ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മഴയെയും ഇതുപോലെ ആകാശത്ത് കണ്ട് ഇറക്കുകയാണ്. എന്നിട്ട്
സംഭവിക്കുന്നത് എന്താണ്? അള്ളാഹു മുളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മുളക്കുന്നു. അതിനെ ആര് തടുത്താലും നിൽക്കുകയില്ല. ഏതെങ്കിലും ഒരു ചെടി മുളക്കരുത് എന്ന് ആളുകളോട് പറഞ്ഞതുകൊണ്ടൊന്നും നിൽക്കുകയില്ല. മക്കാ മുശ്രിക്കുകൾ അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിനോട് അനുവർത്തിക്കുന്നത്. അവർ വ്യാജങ്ങൾ കെട്ടിച്ചമക്കുകയും പിശാച്ചിനെ വലിയാക്കുകയും അവരുടെ ചെയ്തികളൊക്കെ പിശാച്ച് അവർക്ക് സുന്ദരമാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളെയൊന്നും എന്താ പിടികൂടാത്തത് എന്നൊക്കെ വലിയ വീരവാദം മുഴക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ മഴ പെയ്താൽ അങ്ങനെയല്ല. മഴ പെയ്താൽ അത് മുകളിൽ നിന്നുള്ളൊരു വർഷമാണ്. അതുകൊണ്ട് ആരൊക്കെ ജീവിക്കണം എന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ ചെടികൾ മുളക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചോ അതൊക്കെ മുളക്കും. അതാർക്കും തടുക്കാൻ കഴിയില്ല. എന്നതുപോലെ അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം, അവൻ്റെ കിതാബ്, അവൻ്റെ ദീന്, അത് ഭൂമിയിൽ ആരുടെയെങ്കിലും സമ്മതം ചോദിച്ചിട്ട് ആരുടെയെങ്കിലോ താല്പര്യങ്ങൾ പരിഗണിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. മഴ പെയ്യുന്നത് പോലെ ആകാശത്ത് നിന്ന് അള്ളാഹു തീരുമാനിച്ച സ്ഥലത്ത്, തീരുമാനിച്ച അളവിൽ, തീരുമാനിച്ച സമയത്ത് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് സൂറത്തുൽ അഅറാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലാഹു തആല മഴ പെയ്യിപ്പിച്ചിട്ട് നല്ല ചെടി, നല്ല മണ്ണ്, നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കും. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതഹു. എന്നാൽ വല്ലദി ഖബുസ നെക്കിത്, പാഴ്ചെടികളല്ലാതെ, ചീത്ത ഭൂമി പാഴ്ചെടികളല്ലാതെ ഉൽപ്പാദിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ പാഴ്ചെടിക്ക് പോലും മുളക്കൂല്ല എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അഥവാ അല്ലാഹു തആല സത്യത്തെ നട്ട് വളർത്താൻ തീരുമാനിച്ചാൽ നിഷേധികളുടെ നേതാക്കന്മാർ എത്ര എതിർത്താലും ശരി, അള്ളാഹു അതിനെ മുളപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ബഅദ മൗതിഹ എന്ന് പറഞ്ഞത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കാര്യത്തിൽ ചത്ത് കിടക്കുന്ന ഭൂമിയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ പോയി ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അദ്ദേഹം വലിയ അസ്വസ്ഥനായിരുന്നു. കാരണം ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ അനുവാദം കൊടുക്കാത്ത പെൺകുട്ടിയെ കുഴിച്ചു മൂടുന്ന ഈ സൂറത്തിൽ വന്നു. അതുപോലെ ഒരുപാട് അനീതികളും അക്രമങ്ങളും നടക്കുന്ന, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന, പാവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ, അതിനെയൊക്കെ തടുക്കേണ്ടത് ഭരിക്കുന്നവരാണ്. അവരാണ് ഇതിൻ്റെ മാസ്റ്റർമാർ. അതിലൊക്കെയുള്ള യോഗ്യത കൊണ്ടാണ് അവർ ഭരിക്കുന്നവരായിരിക്കുന്നത് തന്നെ. സാമ്പത്തിക രംഗത്ത് തട്ടിപ്പാണ് ഒറിജിനൽ. സത്യസന്ധത എന്നത്, ഒരാൾ സത്യസന്ധനായാൽ അയാൾക്കതൊരു വിളിപ്പേരാകാൻ മാത്രം ഒരു എക്സ്ക്ലൂസീവ് ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ-അമീൻ എന്നവർ വിളിച്ചത്. അത് റസൂലുള്ളാഹിൻ്റെ വിശ്വാസ്യതയുടെ കാരണവുമാണ്. അധികം വേറെ ആരും അവിടെ അങ്ങനെ വിളിക്കാൻ പറ്റിയവരില്ല എന്നതും കാരണമാണ്. പിന്നെ ഇതിനെയൊക്കെ തിരുത്തേണ്ടത് മതം, ആത്മീയത എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. ഈ രാഷ്ട്രീയ ഭരണമേഖലയിലുള്ളവരുടെ അടുത്ത്, ആത്മീയതക്കാരുടെ അടുത്ത് ഉണ്ടാകുന്ന അത്ര തട്ടിപ്പുകാരുണ്ടാവാറില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രതിപക്ഷം ഉണ്ടാകും, ആത്മീയ തട്ടിപ്പുകാർക്ക് ഒരു പ്രതിപക്ഷവും ഉണ്ടാവാറില്ല. അതായിരുന്നു തുണി ഉടുക്കാതെ കഅബ തവാഫ് ചെയ്യുന്ന ആളുകൾ, മുകളിൽ പറഞ്ഞ വൈകൃതങ്ങളൊക്കെ കെട്ടിച്ചമച്ച ആളുകൾ. അവരോട് പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? ഇങ്ങനെയൊക്കെ സമൂഹത്തിൻ്റെ എല്ലാ അലകും പിടിയും ധാർമ്മിക മൂല്യങ്ങളുടെ കാര്യത്തിൽ ചത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത് പോലെ അള്ളാഹു തീരുമാനിച്ചിട്ട് മഴ എവിടെ പെയ്യണം, എത്ര അളവിൽ പെയ്യണം, ഏത് ദിവസം പെയ്യണം, ഇതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെ നബിയാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രതീക്ഷിക്കാതെ ആരെ നബിയാക്കണം, എന്ത് വഹി കൊടുക്കണം, എന്ത് സന്ദേശം അറിയിച്ചു കൊടുക്കണം, ഇതൊക്കെ അവൻ തീരുമാനിച്ചുകൊണ്ട് ഇങ്ങോട്ട് പെയ്യുകയായിരുന്നു. അപ്പോൾ അതിനെതിരെ കുറേ ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മഴ പെയ്തിട്ട് ചെടി മുളക്കുന്നതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലെങ്കിൽ സത്യത്തിൻ്റെ സന്ദേശം ഈ നാട്ടിൽ
പ്രചരിച്ചിട്ട് അത് മുളച്ചു വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് തടയാൻ ഒരൊറ്റ ഒരുത്തനും കഴിയുകയില്ല. കാരണം അവ ജീവിക്കുന്നു എന്നല്ല, ഫയുഹീ ബിഹിൽ അർളു എന്നല്ല, അതുകൊണ്ട് ഭൂമി ജീവിക്കുന്നു എന്നല്ല, അതുകൊണ്ട് ഭൂമിയെ അവൻ ജീവസുറ്റതാക്കുന്നു എന്നാണ്. അവൻ ഇറക്കുന്നു, അവൻ ജീവിപ്പിക്കുന്നു. ഭൂമിയെ മരിച്ചു കിടക്കാൻ അവൻ സമ്മതിക്കില്ല. അത് വേറൊരു ഭാഷയിൽ നമ്മൾ സൂറത്ത് തൗബയിലുണ്ട്, സൂറത്ത് സഫിലുണ്ട്. ലഹു അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. എന്നിട്ട് ഇവിടെ പറയുന്നത് ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യസ്മഊൻ. അതിൽ കേൾക്കുന്ന ജനതക്ക് ദൃഷ്ടാന്തമുണ്ട്, ആയത്തുണ്ട് എന്നാണ്. എന്താ ഈ കേൾക്കുന്നത് എന്ന് പറയാൻ കാരണം? പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നവനെയാണ് ഉദ്ദേശ്യം. പരിശുദ്ധ ഖുർആൻ കേട്ടാൽ മനസ്സിലാകും ഇത് ആളുകളെ സ്വാധീനിക്കാതിരിക്കുകയില്ല, ഇത് സത്യം തന്നെയാണ് എന്നൊക്കെ. അതവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, അത് കേൾക്കുമ്പോൾ ബഹളം കൂട്ടും എന്നൊക്കെ പറഞ്ഞ് അവരെ ആളുകളെ തടഞ്ഞുകൊണ്ടിരുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ കേട്ടാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തു ത്വാഹയുടെ ആദ്യത്തെ ഏതാനും ആയത്തുകളാണ് കേട്ടത്. അതാണ് അദ്ദേഹത്തിൻ്റെ മനംമാറ്റത്തിൽ കലാശിച്ചത്. വലീദ് ബിൻ മുഗീറക്ക് സൂറത്തു ദുഖാൻ അങ്ങ് ഓതിക്കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ബോധ്യം വരികയാണ്, പക്ഷേ സ്വാർത്ഥമായ കാരണങ്ങളാൽ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. എന്നതുപോലെ ഈ ചത്തുകിടക്കുന്ന ഭൂമി ആരെതിർത്താലും ഇത് മുഖേന ജീവസുറ്റതാകുമെന്ന് പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നവന് മനസ്സിലാകും എന്നാണ് ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യസ്മഊൻ. അതുകൊണ്ടാണ് അവിടെ യസ്മഊൻ. സമഇന് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. സമഇന് യത്ലു അലൈഹിം ആയാത്തിഹി വയസക്കിഹിം, ആ തിലാവത്ത് നടക്കുമ്പോഴാണ് സമഅ ഉണ്ടാക്കുക. ചിന്തിക്കുന്നവന് എന്നല്ല, ചിന്തിക്കുന്ന ജനതയ്ക്ക് എന്നാണെങ്കിൽ മഴയെക്കുറിച്ച് ആലോചിച്ചാൽ കാര്യം മനസ്സിലാകുന്നതായിരുന്നു. അല്ല, ഖുർആൻ കേട്ടാൽ മനസ്സിലാക്കും മഴ പെയ്തിട്ട് ഭൂമി ജീവസുറ്റതാകുന്നത് പോലെ ഖുർആൻ മൂലം ഈ നാടുണരും. എക്കാലത്തുമുള്ള പ്രതിഭാസമാണ്. ഇന്നും നമുക്കത് കാണാൻ കഴിയുന്നതാണ്. പരിശുദ്ധ ഖുർആനെതിരെയുള്ള വിവാദങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മാസം എങ്ങാണ്ട് പബ്ലിഷായൊരു ബുക്കിൻ്റെ കാര്യത്തിലാണ് ഈ ചർച്ച എന്ന്. ലോകത്ത് വേദഗ്രന്ഥങ്ങളായിട്ട് എത്ര ഗ്രന്ഥങ്ങളുണ്ട്, വേദഗ്രന്ഥങ്ങളെന്ന് അവകാശപ്പെടുന്ന. അതുപോലെ തന്നെ വലിയ ബുദ്ധിജീവികളുടെ ഒരുപാട് കാലത്ത് അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായ എത്ര പുസ്തകങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ ആളുകളെ സ്വാധീനിക്കുന്നത് പോലെ, പരിശുദ്ധ ഖുർആൻ ചർച്ചയാകുന്നത് പോലെ വേറെ ഒന്നുണ്ടോ? എത്ര ഇസ്ലാം വിമർശകർ ഖുർആൻ ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്ന് തീരുമാനിച്ചപ്പോൾ ആധുനിക കാലത്ത് പോലും ഇസ്ലാമിൻ്റെ ആളുകളായിട്ട് മാറി. കാരണം എന്താ? അത് കേൾക്കുന്നവന് കാര്യം തിരിയും. ഇത് കേട്ടാൽ രണ്ട് കാര്യം മനസ്സിലാകും: ഇത് സത്യമാണ്, രണ്ട് ഇത് സമൂഹത്തിൽ പടരുക തന്നെ ചെയ്യും, ആര് തടുത്താലും നിൽക്കില്ല എന്ന് കേൾക്കുന്നവന് തിരിയും എന്നാണ് അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ നിത്യജീവിതത്തിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. ഇനിയും നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.